ശ്രീ അഡ്വക്കേറ്റ് സമ്പത്ത്, ഒരുപക്ഷെ ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം നിറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, പല കോണുകളിൽ നിന്ന് പല മാധ്യമപ്രവർത്തകരിൽ നിന്ന് നടിക്കുന്നവരടക്കം പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ്. ഇന്നലെ സുപ്രീം കോടതിയിൽ അടക്കം അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഈ ലോക കേരള സഭാംഗം കുരാച്ചുണ്ട് പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള നിസ്സംഗത കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിധി ഉണ്ട് എന്ന് പറഞ്ഞൊരു ഭരണകൂടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കരന്തൂർ മർക്കസ് AP അബൂബക്കർ മുസ്ലിയാർ കാണിച്ചു തന്നത്, ഈ ആക്ഷൻ കൗൺസിൽ കാണിച്ചു തന്നത്, ലോക കേരള സഭ കാണിച്ചു തന്നത്. ഒരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുക പോലുമില്ലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ മേനിനടിക്കലുമായും അവകാശവാദവുമായും രംഗത്ത് വരികയും ചെയ്യുന്നത്. എങ്ങനെ കാണുന്നു ഇതിനെ? നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ മലയാളി യുവതിയെ, ഇന്ത്യൻ പൗരനെ തിരിച്ച് സ്വന്തം മാതൃഭൂമിയിൽ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നന്ദിയും കടപ്പാടും ആദ്യമായി അറിയിക്കുകയാണ്. അഭിനന്ദനായ ശ്രീ കാന്തപുരം AP അവர்களுടെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമുക്കൊരു ആശ്വാസകരമായൊരു വാർത്ത നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയം ഇക്കാര്യത്തിൽ നമുക്ക് ആശ്വാസകരമായൊരു വാർത്ത കിട്ടി, കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ആ ഒരു സമയം നമുക്ക് വിനിയോഗിക്കാനാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കേരളം നന്മകളുടെ നാടാണ്. ഇവിടെ നേരത്തെ ശ്രീ കുരാച്ചുണ്ട് വിശേഷിപ്പിക്കുകയുണ്ടായി, ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളിൽ അത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ അങ്ങനെ ഒത്തുകൂടിയ സമയത്ത് അതിനെ ഈ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും വിമർശിക്കുകയും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ അംബാസഡർമാരായി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് ഈ മലയാളികൾ കൂടിയാണ്. അവരെ ഒക്കെ ഈ ശാരീരികമായി കൈകാര്യം ചെയ്തില്ല എന്നുള്ളതൊഴിച്ചാൽ വല്ലാതെ മാനം കെടുത്തുന്ന നിലയിലേക്ക് ചില നമ്മുടെ മാധ്യമങ്ങൾ വരെ ചെന്നെത്തി എന്നുള്ളത് വല്ലാതെ ചില വൃത്തികെട്ട ചില സംസ്കാരശൂന്യമായ പ്രവണതകൾ മനസ്സിൻ്റെ കോണുകളിൽ എവിടെയോ വിഷപ്പാമ്പുകളെപ്പോലെ അടയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഇവിടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള വാദങ്ങൾ, അതൊക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ കൂടുതൽ രാഷ്ട്രീയമൊന്നും ഇവിടെ പറയാനായി ആഗ്രഹിക്കുന്നില്ല. ജാതിയും മതവും അല്ല, ഇനി രാഷ്ട്രീയവും വർണ്ണവും വർഗവും ഭാഷയും ലിംഗവും ഒന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അഭിനന്ദനായ ശ്രീ കാന്തപുരം AP സൂചിപ്പിച്ചതുപോലെ മനുഷ്യനാണ്, മനുഷ്യത്വമാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചൊരു മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. ഇവിടെ ഞാൻ പാർലമെൻറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകിയ ചില മറുപടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം 2-3 മിനിറ്റ് എടുത്തൊന്ന് പറഞ്ഞോട്ടെ. UAE മാത്രം 26 ഇന്ത്യക്കാരാണ് വധശിക്ഷ കാത്ത് ഇപ്പോൾ കഴിയുന്നത് നിലവിൽ. ഇത് പാർലമെൻറ്റിലെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ചുള്ളതാണ്, നൽകിയിട്ടുള്ള കണക്കനുസരിച്ച്. UAE ഇത് യമനിലാണ്. ആഭ്യന്തരമായ ഒരുപാട് സംഘർഷങ്ങൾ കൊണ്ട് ആ രാഷ്ട്രം, ഒരു കാലത്ത് അത് ദക്ഷിണ യമനും അതുപോലെ ഉത്തര യമനുമായിരുന്നത്, പിന്നീട് അത് സംയോജിക്കപ്പെട്ടത്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ അവിടുത്തെ ആഭ്യന്തര കലാപങ്ങളും സംഘർഷങ്ങളും മറ്റു കാര്യങ്ങളും പലതുമുണ്ട് ഒക്കെ. അപ്പോൾ അതിൽ നമ്മുടെ ഒരു സഹോദരി അവിടെ അകപ്പെട്ടു പോയി. അവരെ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കണം, തിരിച്ചു കൊണ്ടുവരണം. ഞാനിപ്പോൾ ചിത്രം കാണിക്കുന്നില്ല. ഒരു ഉത്തർപ്രദേശുകാരിയായ 33 വയസ്സുകാരിയായ ഒരു യുവതിയുടെ കഥയല്ല, ഇത് സംഭവമാണ്. അതുകൂടി ഒന്ന് കേൾക്കണം നമ്മുടെ പ്രേക്ഷകർ. ഇന്ത്യൻ യുവതിയുടെ പേര് ഷഹസാദി ഖാൻ എന്നാണ്. ഷഹസാദി ഖാൻ. അവർ UAE അവരെ വധശിക്ഷയ്ക്ക് തൂക്കിലേറ്റുമ്പോൾ അവർക്ക് പ്രായം വെറും 33 വയസ്സാണ്. ഒരു കുടുംബത്തിലെ കെയർടേക്കറായിട്ടാണ് അവരെ ഇന്ത്യയിൽ നിന്ന് അവരുടെ വാലിഡായിട്ടുള്ള വിസയോട് കൂടി തന്നെയാണ് അവിടേക്ക് പോകുന്നത്.
ഷസാദി ഖാൻ എന്ന യുവതി ഇവർ പണിയെടുത്തിരുന്നതായിട്ടുള്ള ആ ഭവനത്തിൽ ദമ്പതികൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് 4 മാസമായപ്പോൾ സാധാരണഗതിയിൽ എടുക്കേണ്ടുന്ന വാക്സിനേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം എടുത്തു. നിർഭാഗ്യകരമായ കാര്യം, ആ കുട്ടി മരണപ്പെട്ടു പോയി. ആ കുട്ടി മരണപ്പെട്ടു പോയി. എന്നാൽ അതിൻ്റെ ഉത്തരവാദി, കുട്ടി മരണപ്പെട്ടതിൻ്റെ ഉത്തരവാദി ഈ കെയർടേക്കറായിട്ടുള്ള ഷഹസാദി ഖാനാണ് എന്ന് ആ മരണപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആരോപിച്ചു. UAE-യിലാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ മറ്റു പല രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കൂടുതലൊക്കെ ഇന്ത്യയുടെ എംബസി, ഇന്ത്യൻ കോൺസുലേറ്റൊക്കെ അത്തരത്തിൽ ഇടപെടലും അത്തരത്തിൽ മറ്റു രീതിയിൽ, ഇപ്പം മലയാളി സമൂഹമാണെങ്കിൽ ഇതിലെല്ലാം നടത്തുന്ന ഒരു ഇടപെടലുണ്ട്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് നമ്മളിന്നിപ്പോൾ ചർച്ച ചെയ്യാനിടയായത്, യമനിലാണെങ്കിൽ പോലും. ഈ സ്ത്രീക്ക് ലഭിച്ചതായിട്ടുള്ള എന്ത് സഹായമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം, അവസാനത്തെ ടെലിഫോൺ കോൾ, അത് 2025 ഫെബ്രുവരി മാസം 15 ആ ഇന്ത്യൻ പൗരൻ, ഈ യുവതി വധശിക്ഷ നടപ്പാക്കപ്പെടുന്നതിൻ്റെ തലേന്ന് അവസാനമായി കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഇനിയൊന്നും ചെയ്യാനില്ല, എനിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് ഈ വധശിക്ഷയ്ക്ക് കാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളുടെയും നന്മയ്ക്കായി നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കുക, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ അവരുടെ വാപ്പയോടും ഉമ്മയോടും കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്.